രാജ്യത്തെ മുൻകിട ടെക്നോളജി സ്ഥാപനങ്ങളുടെ ഒന്നിന്റെ തലപ്പത്ത് അന്ന് മകനായിരുന്നു ഡയറക്ടറുടെ ചുമതല. കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റും പുതുതായി വന്ന 90കളിൽ അദ്ദേഹത്തിന്റെ പിതാവ് കഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു അത്. ഒരു ദിവസം ഉച്ചയ്ക്ക് മകൻ തന്റെ ആധുനിക ഓഫീസ് ക്യാബിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് കീറിപ്പറിഞ്ഞതും മഞ്ഞളിച്ചതുമായ ഒരു കടലാസുമായി ഒരു വൃദ്ധൻ കയറി വരുന്നത്. മോനെ, ഞാൻ 30 വർഷം മുമ്പ് നിന്റെ അച്ഛന്റെ സ്ഥാപനത്തിൽ നൽകിയ നിക്ഷേപത്തിന്റെ രസീതാണിത്. കീറിയ ആ രസീതിൽ 10,000 രൂപ സ്ഥാപനത്തിന്റെ ആദ്യ സോഫ്റ്റ്വെയർ ലൈസൻസുകൾക്ക് എന്ന് എഴുതിയിരുന്നു. അന്നത്തെ 10,000 രൂപ ഇന്നത്തെ കോടിക്കണക്കിന് ഡോളർ ബിസിനസ്സിന് തുല്യമായിരുന്നു. അന്ന് നിങ്ങളുടെ അച്ഛൻ ലൈസൻസ് നൽകാൻ പോലും തുകയില്ലാതെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ കൈവശമുണ്ടായിരുന്ന പണം മുഴുവൻ അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ സഹായിച്ചു. എനിക്കിപ്പോൾ 1000 യൂണിറ്റ് ക്ലൗഡ് യൂണിറ്റ് ആവശ്യമായി വന്നിട്ടുണ്ട്. മകൻ രസീതിലേക്ക് നോക്കി. ഇന്നത്തെ ക്ലൗഡ് സർവീസിന്റെ വില അനുസരിച്ച് അത് കോടിക്കണക്കിന് രൂപയുടെ സേവനമാണ്. മകൻ കണ്ണും പൂട്ടി നിഷേധിച്ചു. കീറിയ ഈ രസീത് ഇന്ന് നിയമപരമായി സ്വീകരിക്കില്ല. മാത്രമല്ല 10,000 രൂപയുടെ നിക്ഷേപത്തിന് കോടിക്കണക്കിന് രൂപ വിലയുള്ള ക്ലൗഡ് സർവീസ് ഇന്ന് സൗജന്യമായി നൽകാനും സാധ്യമല്ല. ഈ സമയം ഓഫീസ് ക്യാബിനകത്തേക്ക് വന്ന കമ്പനിയുടെ സ്ഥാപകനായ പിതാവ് വൃദ്ധനെ കണ്ടയുടൻ തിരിച്ചറിഞ്ഞു. കാര്യമെന്തെന്ന് മനസ്സിലാക്കിയ അച്ഛൻ മകന്റെ എതിർപ്പ് വകവെക്കാതെ പറഞ്ഞു, നീ നിഷേധിക്കരുത്. അന്ന് അദ്ദേഹം നൽകിയത് വെറും 10,000 രൂപയല്ല, മറിച്ച് ഈ സ്ഥാപനത്തിൽ അദ്ദേഹം അർപ്പിച്ച വിശ്വാസമായിരുന്നു അത്. ആ വിശ്വാസമാണ് നമ്മുടെ ഇന്നത്തെ അടിത്തറ. ഇദ്ദേഹം നമ്മളെ അന്ന് ഒരു സ്ഥാപനമായി കണ്ടു. ഒരു രൂപ പോലും ഈടാക്കാതെ ഇദ്ദേഹത്തിന് ആവശ്യമായ ക്ലൗഡ് സർവീസുകൾ മുഴുവൻ നൽകുക. മകൻ അമ്പരന്നു നിന്നു. അപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു, മോനെ, ഓർക്കുക, നാം പടുത്തുയർത്തിയ സിംഹാസനത്തിന്റെ ആദ്യ തൂണുകൾ സമ്മാനിച്ചത് ഇദ്ദേഹമാണ്. അടിയന്തര ഘട്ടത്തിൽ നമുക്ക് ഊർജം നൽകി അപ്രത്യക്ഷരായവർ നമ്മുടെ അഭ്യുദയകാംക്ഷികളാണ്. ഇന്നത്തെ സൗകര്യങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇരുളിൽ നമുക്ക് കൈത്താങ്ങായവരെ മറക്കാത്തവർക്ക് ഈ പുരോഗതി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. വിജയത്തിന്റെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ ആവശ്യ നേരത്ത് നമുക്ക് കൈത്താങ്ങായവരോട് ഒരിക്കലും മുഖം തിരിച്ചു നിൽക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഒന്നും ആലോചിക്കാതെ വെയിലും മഴയും ഏറ്റവർക്ക് നഷ്ടപ്പെട്ടത് ഒരുപക്ഷെ അവരുടെ വിലപ്പെട്ട സമയമോ സമ്പാദ്യമോ ഉറ്റ സൗഹൃദങ്ങളോ ആകാം. ആ ത്യാഗങ്ങളുടെ കണക്ക് പുസ്തകം ഒരാളുടെ പക്കലും ഉണ്ടാവണമെന്നില്ല. ഓർമ്മ വെക്കാത്ത കാലത്ത് അദൃശ്യമായ കരങ്ങൾ നമ്മെ താങ്ങി നിർത്തിയതിന്റെ ഫലമാണ് ഇന്നത്തെ നേട്ടങ്ങളെല്ലാം. മുമ്പ് പോയവരുടെയും അവരുടെ നിസ്വാർത്ഥമായ സഹചാരികളുടെയും സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഊർജമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രകാശമെന്ന് സാമാന്യ ബോധ്യം മതി അടുത്തു വരുന്നവരെ വിനയത്തോടെ ബഹുമാനിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.